ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിലത്തെ ഒരു ചാപ്റ്റർ മോഡേൺ പ്രാക്ടീസസ് ഇൻ മാനേജ്മെൻറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൻ്റെ പേര് എത്തിക്സ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ കൂടുതലും പറയണത് മാനേജീരിയൽ എത്തിക്സിനെ പറ്റിയിട്ടും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീനെ പറ്റിയിട്ടാണ് പറയണത്. പക്ഷേ ഈ മാനേജീരിയൽ എത്തിക്സിനെ പറ്റിയിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് കുട്ടിക്ക് എത്തിക്സ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. എത്തിക്സ് നമ്മളെല്ലാവരും ലൈഫിൽ യൂസ് ചെയ്യുന്ന വാക്കാണ്, അല്ലെങ്കിൽ പലരും നിങ്ങൾ ഉപയോഗിച്ച് കേട്ടിട്ടുള്ള വാക്കാണ്. എത്തിക്സ് വേണം ലൈഫിൽ, വാല്യൂസ് വേണം, നല്ല കൾച്ചർ ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ എത്തിക്സ് പറഞ്ഞാൽ എന്തോ നല്ലതാണ്, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എത്തിക്സ് ഇസ് നോട്ട് എ റീസെൻറ്റ് ഫിനോമിന. ഇന്നോ ഇന്നലെയോ ഉണ്ടായിട്ടതല്ല. എന്ന് മുതലേ മനുഷ്യനുണ്ട്, അന്ന് മുതലേ എത്തിക്സ് ഉണ്ട്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. ഇറ്റ് എഫക്ട്സ് ഹൗ പീപ്പിൾ മേക്സ് ഡിസിഷൻസ് ആൻഡ് ലീവ് ദെയർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിലും എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, നല്ലതായിട്ടാണോ മോശമായിട്ടാണോ. എത്തിക്കൽ കോഡ്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ് അലോങ് വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ. ഓരോ ഹ്യൂമൻ സിവിലൈസേഷൻസും കടന്നു പോരുമ്പോഴും അപ്പോഴൊക്കെ ഓരോ എത്തിക്കൽ കോഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ ഓൾഡൻ ഡേയ്സ് പീപ്പിൾ മൈറ്റ് ഹാവ് ഫൗണ്ട് സം ഓഫ് ദെയർ ആക്ഷൻസ് വാസ് റോങ് ആൻഡ് അതേഴ്സ് റൈറ്റ്. നമുക്ക് പണ്ടും അറിയാം, ഇപ്പോഴും അറിയാം ശരിയായിട്ടുള്ള കാര്യം എന്താണ്, തെറ്റായിട്ടുള്ള കാര്യം എന്താണ്. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കേട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നുണ പറയാൻ പാടില്ല, സത്യമേ പറയാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയരുത്, ദോഷം ചെയ്യരുത്, ഒരാളെ കൊല്ലരുത്, അങ്ങനെ സത്യസന്ധനായിട്ട് ജീവിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് മെഷർഡ് സിംപ്ലി ഓൺ ദ ബേസിസ് ഓഫ് മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ, ഡിസാറ്റിസ്ഫാക്ഷൻ, പ്ലഷർ ഓർ പെയിൻ കോസ്ഡ് ബൈ സച്ച് ആക്ഷൻസ് ആൻഡ് ഡീലിങ്സ്. ദ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് റൈറ്റ്. ഇതാണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. എന്താണ് റൈറ്റ്, എന്താണ് ശരിയായിട്ടുള്ളത്. വാട്ട് ഇസ് റോങ് ഓർ വാട്ട് ഇസ് ട്രൂ ആൻഡ് വാട്ട് ഇസ് ഫാൾസ്. ഇറ്റ് ലെഡ് ദി religious philosophy of the past to ponder these questions. This led them to give birth to ethical and unethical codes. ഈ ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ എത്തിക്കലും അൺഎത്തിക്കൽ കോഡ്സും ഡെവലപ്പ് ആയിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് എന്താണ്, തെറ്റായിട്ടുള്ളത് എന്താണ്. എത്തിക്സ് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഡീൽ വിത്ത് സർട്ടൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹ്യൂമൻ കണ്ടക്ട് ആൻഡ് റൂൾസ്. ഇത്ര മനസ്സിലാക്കുക. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കണ്ടക്ട് ആൻഡ് റൂൾസിൻ്റെ ചില ഫാക്റ്റാണ്. Ethics is a matter of fact deals with certain standards of human conduct. Standards of human conduct. ഏതാണ് ശരിയായിട്ടുള്ള മനുഷ്യൻ്റെ ബിഹേവിയർ, എന്താണ്, ഏത് നിയമത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ഓരോ റിലീജിയനും ഓരോ എത്തിക്സാണ്. നിങ്ങൾ എടുത്തു നോക്കിയൊക്കെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലായുള്ള ഓരോ എത്തിക്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. കള്ളൻ്റെ എത്തിക്സ് എന്താ, മോഷണം ചെയ്താൽ കുഴപ്പമില്ല, അത് വലിയ തെറ്റൊന്നുമില്ല അല്ലേ. കള്ളന്മാർ ചിലപ്പോൾ വ്യാഖ്യാനിക്കാറുണ്ട്, പല സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്താ പറയുക, ഞാൻ കാശുള്ള ഒരാളുടെ നിന്ന് കുറച്ച് കാശ് എടുക്കുന്നു, എന്നിട്ടത് ഞാൻ പാവപ്പെട്ടവന് കൊടുക്കുന്നു. അപ്പോൾ അവരങ്ങനെയാണ് അവരെന്നെ ജസ്റ്റിഫൈ ചെയ്യുക. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താ, മോഷണം ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഹ്യൂമൻ കണ്ടക്റ്റിൻ്റെ, മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ, മനുഷ്യൻ്റെ ജീവിത രീതിയെ ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന എത്തിക്സ് കൂടി ചെയ്യുന്നത്. ഓരോ റിലീജിയനും ഓരോ എത്തിക്സ് ആണുള്ളത് അല്ലേ. നിങ്ങൾക്കറിയാം, ബൈബിളിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് എത്തിക്സ് ഉണ്ടാവും. നിങ്ങൾ ദിവസം പള്ളിയിൽ പോകുന്നു, അവിടെ പറയുന്ന കാര്യങ്ങൾ, പ്രാർത്ഥനകൾ, അവിടുത്തെ അച്ഛൻ നിങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങൾ, അതൊക്കെ എന്താ, എത്തിക്കൽ കോഡ്സും സ്റ്റാൻഡേർഡ്സും ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ പള്ളിയിൽ പോയാലും അച്ഛൻ പറഞ്ഞു തരുന്നത് എന്താണ്, ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യണം, നന്മ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ആ റിലീജിയൻ്റെ എത്തിക്സ് ആണ്. ഖുറാനിൽ പറയുന്നത് എന്താ, ഖുറാനിൽ പറയുന്നത് മുഴുവൻ എങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ നല്ലവനായി ജീവിക്കണം എന്നുള്ള ഒരുപാട് തത്വങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഖുറാൻ എന്നുള്ള ബുക്ക്. ഹോളി ഗീതയോ അല്ലേ, ഗീത പറഞ്ഞു കഴിഞ്ഞാൽ അതും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ ചെയ്യേണ്ട കർമ്മങ്ങളും കടമകളും ജീവിതത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, ഭഗവത്ഗീത പല ഫോറിൻ യൂണിവേഴ്സിറ്റികളിലടക്കം ഒരു വിഷയമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ബിസിനസ്, അതായത് മാനേജ്മെൻറ്റ് സബ്ജക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ ഒരു ബിസിനസ്സുകാരനും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. മുമ്പത്തെ സിലബസിൽ നമുക്ക് ഉണ്ടായിരുന്നു ഇന്ത്യൻ കോഡ് ഓഫ് കണ്ടക്റ്റും ഇന്ത്യൻ എത്തിക്സ് ഒക്കെ. അത് ഇറ്റ് ഇസ് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം ദി ഹോളി ബുക്ക് ഗീത. പക്ഷേ ഈ വർഷം നിങ്ങൾക്ക് ആ സിലബസിൽ അതില്ല, പഠിക്കാനില്ല. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ എത്തിക്സ്, കൾച്ചർ ആൻഡ് വാല്യൂസ് എന്നൊരു ലെസനും ബിസിനസ് എത്തിക്സ് എന്ന് 2 പാഠമായിട്ടായിരുന്നു ലാസ്റ്റ് ചാപ്റ്റേഴ്സിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ആ എത്തിക്സ് കൾച്ചർ ആൻഡ് വാല്യൂസിന് പകരമാണ് ഇപ്പോൾ നിങ്ങൾ മോഡേൺ പ്രാക്ടീസസ് ഇൻ മാനേജ്മെൻറ്റ് പഠിച്ചത്. പകരം രണ്ടാമത്തെ പാഠമാണ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോ we'll move to the definition. The word ethics in Latin, which is called ethicus, and in Greek it is called ethikos, has come from the word ethics. The word ethics is derived from Greek word ethikos, meaning custom or character. എന്താണ് അതിൻ്റെ വേറൊരു അർത്ഥം? ഒരു കസ്റ്റം എന്താണ്, ക്യാരക്ടർ എന്താണ്? എത്തിക്സ് മീൻസ് ക്യാരക്ടർ ഓർ മാനേഴ്സ്. എൻ്റെ എത്തിക്സ് ആണ് എൻ്റെ ക്യാരക്ടർ, അല്ലേ? ഞാൻ നന്നായി നുണ പറയുന്ന കുട്ടിയാണെങ്കിൽ അതാണ് എൻ്റെ എത്തിക്സ്. ഞാൻ നല്ല കുട്ടിയെ ജീവിക്കുന്ന ആളാണെങ്കിൽ അതാണ് എൻ്റെ എത്തിക്സ്. എത്തിക്കസ് is thus said to be the science of morals. It teaches on this moral principles, recognize rules of conduct. എന്തിനാണ് നിങ്ങളെ മോറൽ സ്റ്റഡീസ് ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? അവിടെ നിന്നാണ് നമുക്ക് എത്തിക്സ് ഫോം ചെയ്ത് വരേണ്ടത് ചെറുപ്രായത്തിലാണ്. ചെറുപ്പത്തിൽ നമ്മൾ എന്ത് എത്തിക്സ് ആണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളത്, നമ്മൾ ഭാവിയിൽ ജീവിക്കുമ്പോൾ ആ എത്തിക്സ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുക. The concept of ethics deals with human beings. It is the study of a set of system of knowledge about moral behavior conduct. അതായത് സോഷ്യൽ സയൻസിന് മോറൽ ബിഹേവിയർ, സ്റ്റാൻഡേർഡ് ബിഹേവിയർ, കോഡ് ഓഫ് കണ്ടക്ട്, ഇതൊക്കെയാണ് എത്തിക്സ് പറഞ്ഞാൽ. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രൂ ആൻഡ് ഫാൾസ്. Ethics seeks to determine the nature of norms, ideals, standards, and seeks to inquire into the fitness of human action into the standard. സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് പല സ്ഥലത്തും പറയുന്നത്. ഇപ്പോൾ ഈ തിയറി പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈ പേജ് മുഴുവൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. The student should be able to understand what is the important points or what are the important points in this page. ഈ പേജിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച പോലെ ആൻസർ ടു ദ പോയിന്റ്, 2 സെൻറ്റൻസ് 3 സെൻറ്റൻസ് ഒന്നും എഴുതി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാമിന് മാർക്ക് കിട്ടില്ല. പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് യു ഹാവ് ടു റൈറ്റ് വെരി ഇലാബറേറ്റ്ലി. അതങ്ങനെ വലുതാക്കി എഴുതാൻ പറ്റണം. മലയാളം മീഡിയത്തിൽ വന്ന കുട്ടികളൊക്കെ എസ്പെഷ്യലി ആദ്യത്തെ 1 സെമസ്റ്ററും 2 സെമസ്റ്ററും കഷ്ടിച്ച് നന്നായി ബുദ്ധിമുട്ടാറുണ്ട്. ആ വലുതാക്കി എഴുതണ എഴുത്ത് അവർക്ക് വരാറില്ല. പക്ഷെ 3ാമത്തെ സെമ്മൊക്കെ ആകുമ്പോൾ നിങ്ങൾ ശരിയാവും. അങ്ങനെ നല്ല ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഒന്ന് എഴുതി ശീലിക്കുക, ഒന്ന് പഠിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കട്ടെ എന്നിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് മാത്രം ഒന്ന് പഠിക്കുക. ആ ഡെഫിനിഷൻസിൽ പറയുന്നുണ്ട്. കാംബ്രിഡ്ജ് ഡിക്ഷണറി ഡിഫൈൻസ് എത്തിക്സ് ആസ് എ കോഡ് ഓഫ് ബിഹേവിയർ കൺസിഡേർഡ് കറക്റ്റ്. ഏത് കോഡ് ഓഫ് ബിഹേവിയർ ആണോ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് അതിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. പീറ്റർ എഫ് ഡ്രക്കർ ഡിഫൈൻസ് എത്തിക്സ് ആസ് എത്തിക്സ് ഡീൽസ് വിത്ത് ദി റൈറ്റ് ആക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരു വ്യക്തിയുടെ റൈറ്റ് ആക്ഷൻസിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ലേണിംഗ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് റോങ്. ശരിയും തെറ്റും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണ അതാണ് എത്തിക്സ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് മനസ്സിലായി? നമ്മളെല്ലാം ജീവിതത്തിൽ നല്ല എത്തിക്സ് ഫോളോ ചെയ്യണം. ഈ എത്തിക്സ് നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്, ബിസിനസ് നടത്താൻ ആവശ്യമാണ്, അല്ലേ? എല്ലാവർക്കും സത്യസന്ധത ആവശ്യമാണ്. അല്ല നമ്മൾ ചീത്ത വഴി കൂടി പെട്ടെന്ന് പണക്കാരനാവണം, അല്ലേ? വിദ്യാർത്ഥികളിലും ചെറുപ്പക്കാരും ടീനേജേഴ്സിനൊക്കെ ഉള്ള ഒരു മനസ്സിലുള്ള വലിയ ചിന്ത എന്താ? എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലഹരി കടത്തും, ബൈക്ക് മോഷണം, അങ്ങനെ പല രീതിയിലും കുട്ടികൾ ചെന്ന് പെടണേൻ്റെ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് പെട്ടെന്ന് ഉണ്ടാക്കണം. അതങ്ങനെയല്ല, പെട്ടെന്ന് ഉണ്ടാക്കിയ കാശ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ കാണുന്നുണ്ട് വലിയ വലിയ വമ്പൻ സ്രാവുകളൊക്കെ പല നാൾ കട്ടാൽ ഒരു നാൾ പിടിക്കും. ജയിലിലുള്ള കുറേ ആൾക്കാരും വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ അത്യാഗ്രഹം ഒന്നിനും നല്ലതല്ല. നമുക്ക് സത്യസന്ധമായ വഴി കൂടി തന്നെ പോകണം. അപ്പോൾ ഈ ഒരു പാർട്ട് എത്തിക്സ് എന്നുള്ള മീനിങ് പറയാൻ വേണ്ടിയിട്ടാണ് മിസ്സ് കഴിഞ്ഞ പോലത്തെ ടെക്സ്റ്റിൽ നിന്ന് ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ശരിക്കുള്ള ചാപ്റ്ററിലേക്ക് പോകാം.